ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 8th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആയിരുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ റോൾ ഓഫ് ദ ടീച്ചർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ദെൻ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി അല്ലേ. ബുദ്ധി അതല്ലെങ്കിൽ വിവേകമൊക്കെയാണ് ഇൻ്റലിജൻസ്. ഓക്കെ, വാട്ട് ഈസ് ഇൻ്റലിജൻസ്? എന്താണ് ഇൻ്റലിജൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ എബിലിറ്റി ടു അക്വയർ ആൻഡ് അപ്ലൈ നോളജ് ആൻഡ് സ്കിൽസ്. എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ? ദ എബിലിറ്റി ടു അക്വയർ നോളജ് അല്ലേ. നമുക്ക് നോളജ് അല്ലെങ്കിൽ അറിവുകൾ നേടാൻ സാധിക്കുക അല്ലേ, അതിനുള്ള കഴിവുണ്ടാവുക. അതുപോലെ തന്നെ അപ്ലൈ നോളജ് ആൻഡ് സ്കിൽസ്. എന്താണ് നമ്മൾ നേടിയിട്ടുള്ള അറിവ് അപ്ലൈ ചെയ്യാൻ അല്ലേ, നോളജും സ്കിൽസും ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ അതിനെന്ത് നമ്മൾ പറയും? ഇൻ്റലിജൻസ് എന്ന് പറയും. നമുക്ക് നോളജ് നേടാനുള്ള കഴിവും അതുപോലെ നോളജും സ്കിൽസും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഇൻ്റലിജൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇൻ ഏർലി 90s ദ ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആൽഫ്രഡ് ബിനെറ്റ് in 1897 to 1914 and his colleague Henry Simon 1872 to 1961 ആണ് ആളുടെ ജനിച്ചത് മുതൽ മരണം വരെയുള്ള ഒരു പീരീഡ് അല്ലേ. then began working in Paris to develop a measure that would differentiate students who were expected to be better learners from students who were expected to be slower learners. അപ്പോൾ എന്താണ് പറയുന്നത്? ഇൻ്റലിജൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഏർലി 90s അല്ലേ, 90s തുടക്കത്തിൽ ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് ബിനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്. അദ്ദേഹം ജനിച്ചത് 1897 മരണപ്പെട്ടത് 1914 അല്ലേ. ആൻഡ് ഹിസ് കൊളീഗ്, അദ്ദേഹത്തിൻ്റെ കൊളീഗ് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഹെൻറി സൈമൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം 1872 ജനിച്ചത്. ദെൻ 1961 മരണപ്പെട്ടത്. ഇവർ രണ്ടുപേരും കൂടി ബിഗെയിൻ വർക്കിംഗ് ഇൻ പാരീസ് ടു ഡെവലപ്പ് എ മെഷർ ദാറ്റ് വുഡ് ഡിഫറൻഷിയേറ്റ് സ്റ്റുഡൻസ്. എന്താണ് അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് പാരീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയതായിട്ടുള്ളൊരു തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? മെഷർ ദാറ്റ് വുഡ് ഡിഫറൻഷിയേറ്റ് സ്റ്റുഡൻസ്. കുട്ടികളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അവരെ തരം തിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെഷർമെൻ്റ് അല്ലെങ്കിൽ ഒരു തിയറി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഹു വർ എക്സ്പെക്റ്റഡ് ടു ബി ബെറ്റർ ലേണേഴ്സ് ഫ്രം സ്റ്റുഡൻസ് ഹു വർ എക്സ്പെക്റ്റഡ് ടു ബി സ്ലോവർ ലേണേഴ്സ്. അത് എങ്ങനെയുള്ള തരത്തിലാണ് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്? ബെറ്റർ ലേണേഴ്സ് ആയിട്ടുള്ള നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്ലോവർ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പുറകോട്ടുള്ള കുട്ടികൾ അല്ലേ. അപ്പോൾ ഒരു മെഷർമെൻറ്റ് ഉണ്ടാക്കുക, പല ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ പല രീതിയിലും അവരെ എക്സാമിൻ ചെയ്തുകൊണ്ട് കുട്ടികളെ നന്നായിട്ട് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധിയുള്ള കുട്ടികളും ബുദ്ധി താരതമ്യേന കുറവുള്ള കുട്ടികളുമായിട്ട് തരംതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. ബുദ്ധിയുടെ അളവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തിയറി കണ്ടെത്താൻ വേണ്ടിയിട്ട് 90s തുടക്കത്തിൽ ആരൊക്കെയാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആൻഡ് ഹെൻറി സൈമൺ. ഇവർ രണ്ടുപേരും കൊളീഗ്സ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മെഷർമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്താണ്? സ്ലോ ലേണേഴ്സിനെയും അതുപോലെ ബെറ്റർ ലേണേഴ്സിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ക്ലിയർ? സോ ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ഈസ് ആൽഫ്രഡ് ബിനെറ്റ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇൻ്റലിജൻസ് അല്ലേ. അതിനുശേഷം ഇൻ്റലിജൻസിൻ്റെ ഫാദർ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ആയിട്ട് അറിയപ്പെട്ടത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ക്ലിയർ? ദെൻ ബിനെറ്റ് സൈമൺ ഇൻ്റലിജൻസ് സ്കെയിൽ. ഇനി ബിനെറ്റ് സൈമൺ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഇൻ്റലിജൻസിൻ്റെ സ്കെയിൽ, ആ ഒരു അളവുകോല് എങ്ങനെയായിരുന്നു എന്നാണ്. ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. എന്താണ്? ഈ ആൽഫ്രഡ് ബിനെറ്റിൻ്റെ ഇൻ്റലിജൻസ് സ്കെയിലായിരുന്നു ആൽഫ്രഡ് ബിനെറ്റിൻ്റെ ഇൻ്റലിജൻസ് സ്കെയിലായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇവരാണ് ആദ്യമായിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നത് അല്ലേ. ദെൻ ഡെവലപ്മെൻറ്റ് ഇൻ പാരീസ് ബൈ ആൽഫ്രഡ് ബിനെറ്റ് ആൻഡ് ടെഡ് സൈമൺ ഇൻ 1905. എന്താണ്? 1905 ഇവരെന്ത് പാരീസിൽ ഡെവലപ്പ് ചെയ്തത്? ഈ ഒരു ഇൻ്റലിജൻസ് സ്കെയിലിൽ ആൽഫ്രഡ് ബിനെറ്റും അതുപോലെ ടെഡ് സൈമണും അല്ലേ, സൈമൺ എന്ന് പറഞ്ഞിട്ടുള്ള കൊളീഗും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഇൻ്റലിജൻസ് സ്കെയിൽ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നത് അല്ലേ. ദെൻ വിച്ച് കൺസിഡേർഡ് ഓഫ് എ wide variety of questions that included the ability to sum objects, define words, draw pics,
കംപ്ലീറ്റ് സെൻറ്റൻസ്, കമ്പയർ ഐറ്റംസ് ആൻഡ് കൺസ്ട്രക്ട് സെൻറ്റൻസസ്. ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡിലൂടെയാണ് എന്തുണ്ടായത്, ഇവർ ഈ ഒരു സ്കെയില് കണ്ടെത്തിയത്, കുട്ടികളുടെ ഇൻ്റലിജൻസ് അളക്കാനുള്ള ഈ ഒരു അളവുകോല് കണ്ടെത്തിയത്. എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്ട്സ് അല്ലേ, കുട്ടികളുടെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുക, ഒബ്ജക്ട്സിനെ ഡിഫൈൻ ചെയ്യാനുള്ള കഴിവ്, അതുപോലെ വേർഡ്സിനെ ഡിഫൈൻ ചെയ്യാനുള്ള കഴിവ്, പിക്ചർ ഡ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ കംപ്ലീറ്റ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ കമ്പയർ ഐറ്റംസ്, രണ്ട് ഐറ്റംസ് തമ്മിൽ കമ്പയർ ചെയ്ത് കൊണ്ട് സംസാരിക്കാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കുക, അതുപോലെ തന്നെ കൺസ്ട്രക്ട് സെൻറ്റൻസസ്, പുതിയ സെൻറ്റൻസസ് കൺസ്ട്രക്ട് നിർമ്മിക്കാനുള്ള കഴിവ്. ഇത്തരത്തിലൊക്കെയുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകൾ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ടും പിക്ചേഴ്സ് വരയ്ക്കാനായിട്ടും കമ്പയർ ചെയ്യാനായിട്ടൊക്കെയുള്ള ടെസ്റ്റുകൾ ഇവർക്ക് കൊടുത്തു കുട്ടികൾക്ക്. എന്നിട്ടാണ് ഇവരെന്ത് തീരുമാനിക്കുന്നത്, ഈ ഒരു ഇൻ്റലിജൻസ് സ്കെയിൽ അല്ലേ, സ്ലോ ലേണേഴ്സ് എങ്ങനെയാണ്, ബെറ്റർ ലേണേഴ്സ് എങ്ങനെയാണ് അല്ലേ, അങ്ങനെ അവർക്ക് തരംതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയെ ഇൻ്റലിജൻസിനെ അളക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇത്തരം ടെസ്റ്റുകളിലൂടെ. ഓക്കെ, ദെൻ ഇൻ്റലിജൻറ്റ് ക്വഷ്യൻ്റ് അല്ലേ, ഇൻ്റലിജൻറ്റ് ക്വഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ക്യു സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഐ ക്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ്റ് ആണ്. ഐ ക്യു ടെസ്റ്റ് ആർ ടൂൾസ് ടു മെഷർ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ. ദേ ആർ ഡിസൈൻഡ് ടു റിഫ്ലക്റ്റ് എ വൈഡ് റേഞ്ച് ഓഫ് കോഗ്നിറ്റീവ് സ്കിൽസ് സച്ച് ആസ് റീസണിങ്, ലോജിക് ആൻഡ് പ്രോബ്ലം സോൾവിങ്. എന്താണ് ഐ ക്യു ടെസ്റ്റ്, എങ്ങനെയാണ് ഐ ക്യു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഇൻ്റലിജൻസ് മെഷർ ചെയ്യുക അല്ലേ, അവരുടെ കഴിവുകളെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽസിനെ അളക്കാനുള്ള ഒരു ടെസ്റ്റാണ് ഐ ക്യു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ടു റിഫ്ലക്റ്റ് വൈഡ് റേഞ്ച് ഓഫ് കോഗ്നിറ്റീവ് സ്കിൽസ്, അവരുടെ കോഗ്നിറ്റീവ് സ്കിൽസിനെ മനസ്സിലാക്കുക, ഇങ്ങനെ അവരുടെ റീസണിങ് പവർ, അതുപോലെ ലോജിക്കൽ തിങ്കിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റീസ് ഒക്കെ മനസ്സിലാക്കുക അല്ലേ. അതൊക്കെ മനസ്സിലാക്കിയും കൊണ്ടാണ് അളക്കുന്നത് ഐ ക്യു അല്ലേ, അവരുടെ ഇൻ്റലിജൻറ്റ് ക്വഷ്യൻ്റ് അല്ലേ. മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്, അവർക്ക് റീസണിങ് പവർ ഉണ്ടോ, റീസണബിളായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ, ലോജിക്കൽ തിങ്കിങ് ഉണ്ടോ അല്ലേ, ലോജിക്കലി കണക്ട് ചെയ്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അളക്കുന്നത് ഐ ക്യു അല്ലേ, ഇൻ്റലിജൻറ്റ് ക്വഷ്യൻ്റ് മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ കോഗ്നിറ്റീവായിട്ടുള്ള സ്കിൽസ് മനസ്സിലാക്കുന്നതിലൂടെയാണ് അളക്കുന്നത്, ബുദ്ധി അളക്കുന്നത്. ക്ലിയർ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റലിജൻറ്റ് ക്വഷ്യൻ്റ് ആണ് അല്ലേ, ഐ ക്യു. നമ്മൾ ഐ ക്യു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇൻ്റലിജൻറ്റ് ക്വഷ്യൻ, ദാറ്റ് ഇസ് ഐ ക്യു അല്ലേ. ഐ ക്യു ഈസ് ഈക്വൽ ടു ഐ ക്യു ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ദ ഇക്വേഷൻ MA or CA is equal to IQ, where MA is mental age അല്ലേ, mental age divided by ക്രൊണോളജിക്കൽ ഏജ്, നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഏജ് അല്ലേ, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കറണ്ട് ഐ ക്യു എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഐ ക്യു ഈസ് ഈക്വൽ ടു മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഏജ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് തന്നതിൽ നമ്മൾ മെൻ്റൽ ഏജ് കാൽക്കുലേഷൻ ചെയ്യുമായിരുന്നു. ആ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ക്രൊണോളജിക്കൽ ഏജുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ക്യു റേഞ്ച് കണ്ടെത്താൻ സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡിൽ ഐ ക്യു റേഞ്ച് ഉള്ള ആൾക്കാരുടെ പെർസെൻറ്റേജാണ്. ഏതൊക്കെ തലത്തിലുള്ള ആൾക്കാരാണ്, ഐ ക്യു തലത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ വേൾഡിൽ എത്ര പെർസെൻറ്റേജാണുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 140 ഓവർ ഐ ക്യു ഉള്ള ആൾക്കാരെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ജീനിയസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർ ജീനിയസ് ആയിട്ടുള്ളവരാണ്. അവർ 2.2% പോപ്പുലേഷനാണ് ഇപ്പോൾ വേൾഡിലുള്ളത്. ദെൻ അടുത്തത് 120 to 140 അല്ലേ, 140യുടെ ആ റേഞ്ചിൽ ഐ ക്യു ഉള്ള ആൾക്കാർ വെരി സുപ്പീരിയർ ആണ്, ഐ ക്യു ലെവൽ വളരെ കൂടിയ ആൾക്കാരാണ്. അവരുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 6.7% ആണ് ഇപ്പോൾ ലോകത്തിലുള്ളത് പോപ്പുലേഷൻ. ഓക്കെ, അതുപോലെ തന്നെ 110 to 120 അവർ സുപ്പീരിയർ ആണ്, ഹൈലി ജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാരാണ് അല്ലേ. വെരി സുപ്പീരിയർ അല്ല, സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ 16.1% ആണ് ഇപ്പോൾ വേൾഡിൽ പോപ്പുലേഷനിലുള്ളത് അല്ലേ. ദെൻ 90 to 110 ലെവലിൽ ഐ ക്യു ഉള്ള ആൾക്കാർ നോർമൽ അല്ലെങ്കിൽ ആവറേജ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഐ ക്യു ഉള്ള ആൾക്കാരാണ്. അവരാണ് ഇപ്പോൾ വേൾഡിൽ 50%ഉം ആവറേജ് ബുദ്ധിയുള്ള ആൾക്കാരാണ് ഉള്ളത് അല്ലേ. സോ 50-50 ആണ്. ദെൻ 18 to 90 റേഞ്ച് ഓഫ് ഐ ക്യു ഉള്ള ആൾക്കാർ ഡൾനെസ് ഉള്ള ആൾക്കാരാണ് അല്ലേ. അവരെന്താണ് കുറച്ച്
ബുദ്ധി ഉണ്ട് എന്നാൽ കുറച്ച് ഡള്ളായിട്ടുള്ള ഒരാൾക്കാരാണ്, ഒരുപാട് അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ, ബുദ്ധി പുറത്തെടുക്കാൻ സാധിക്കാത്ത ആൾക്കാർ. അവർ 16.1% വേൾഡിലിപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ 17 to 80 റേഞ്ച് ഓഫ് IQ ഉള്ള ആൾക്കാർ ബോർഡർ ലൈൻ ഓഫ് ഡെഫിഷ്യൻസിയാണ്. അവർക്ക് ബുദ്ധിമാന്ദ്യത്തിൻ്റെ ഒരു ബോർഡർ ലൈനുള്ള ആൾക്കാരാണ്. അവർ 6.7% പോപ്പുലേഷനിലുള്ളത്. അടുത്തതായിട്ട് ബിലോ 70 റേഞ്ച് ഓഫ് IQ ഉള്ള ആൾക്കാർ ഡെഫിനിറ്റ് ഫീബിൾ മൈൻഡഡ് ആണ്. അവരെന്താണ്, ബാക്ക്വേർഡാണ്, ബുദ്ധി വികാസം ഇല്ലാത്ത ആൾക്കാരാണ് അല്ലേ, ബുദ്ധിപരമായിട്ട് ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരാണ്. അവർ 22% ഓഫ് പോപ്പുലേഷനാണ് ഇപ്പോൾ വേൾഡിലുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു IQ റേഞ്ച് പോകുന്നത്. ക്ലിയർ? അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസും സ്ലോ ലേണേഴ്സുമാണ് അല്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബിനെറ്റിൻ്റെ സ്കെയിലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതിൽ അവരെന്താണ് തരംതിരിച്ചത്, അതായത് സ്ലോ ലേണേഴ്സും അതുപോലെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളെയാണ് തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ സ്കെയിലിൽ എത്തിയത്, ആ സ്കെയിൽ കണ്ടെത്തിയത്. സോ അപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളതിൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് ലേണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, അതുപോലെ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ സ്വഭാവങ്ങളിൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്നൊക്കെ അവർ കണ്ടെത്തിയിട്ട് അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും സ്വഭാവങ്ങൾ ഉണ്ടാകുക, അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഓവർവെൽമിങ് ക്യൂരിയോസിറ്റി ഉണ്ടാവും അവർക്ക്, എന്താണ്, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്യൂരിയോസിറ്റി, എല്ലാം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതുപോലെ എബിലിറ്റി ടു ആസ്ക് ഡീപ്പ് പ്രോബിങ് ക്വസ്റ്റ്യൻസ്, എന്താണ്, അവർക്ക് ഡീപ്പായിട്ട് ഉള്ളിൽ നിന്നും ചികഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ത്വരയുണ്ടാവും, അവർക്കെല്ലാം അറിയാനുള്ളൊരു ത്വരയുണ്ടാവും. ദെൻ എക്സലൻറ്റ് മെമ്മറി, നല്ല മെമ്മറി പവർ ഉണ്ടായിരിക്കും അവർക്ക്, എല്ലാം ഓർത്ത് വെക്കാനും ഒറ്റത്തവണ കേട്ടാൽ മനസ്സിലാവാനും ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ ഇൻഡിപെൻഡൻസ് ഇൻ തോട്ട് ആൻഡ് ആക്ഷൻസ്, അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ചിന്തകളിലും ഇൻഡിപെൻഡൻസ് ഉണ്ടാവും അവർക്ക്, അവർ സ്വയം പര്യാപ്തരായിരിക്കും. ദെൻ ക്രിയേറ്റീവ് ഐഡിയാസ്, അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും അല്ലേ, അവരുടേതായിട്ടുള്ള തോട്ട്സും അതുപോലെ കപ്പാസിറ്റി ടു ആക്ഷൻ, എല്ലാ തോട്ട്സും ആക്ഷൻ ആക്കാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ അവർക്ക് ഉണ്ടാവും. ദെൻ ക്രിയേറ്റീവ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ബമ്മർ അല്ലേ, ഐഡിയാസും തോട്ട്സും ഉണ്ടാവും, നല്ല അവരുടേതായ ചിന്തകളും ഐഡിയാസും. അതുപോലെ ബമ്മർ എന്താണ്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് എന്തുണ്ടാവും എന്നാണ് പറയുന്നത്, അവർ പെട്ടെന്ന് തന്നെ എന്താണ് ഫീലാവുകയും ചെയ്യും, അവർക്ക് ബാഡായിട്ട് പെട്ടെന്ന് തന്നെ ഫീലാവുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും. ദെൻ ഇൻറ്റൻസ് ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഏരിയാസ്, എല്ലാ ഏരിയാസിലും അതല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള എല്ലാ ഏരിയാസിലും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇൻറ്റൻസ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണും. അതുപോലെ ഹൈലി ഡെവലപ്ഡ് സെൻസ് ഓഫ് ഫെയർനെസ്, എല്ലാം നല്ല ഫെയർ ആയിട്ട് അല്ലെങ്കിൽ വൃത്തിക്ക് ഭംഗിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഹൈലി ഡെവലപ്ഡ് സെൻസ് ഉണ്ടാവും. നല്ല ഒരു എന്താണ്, അങ്ങനെ തന്നെ നിർബന്ധ ബുദ്ധി ഉണ്ടാവും അവർക്ക്, അവർ ചെയ്യുന്ന ആക്ഷൻസൊക്കെ നല്ല ഫെയർ ആയിട്ട് നല്ല എന്താണ് ക്ലിയർ ആയിട്ടും ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടാവും. ദെൻ പെർഫെക്ഷനിസം, എന്താണ് പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടാവും. അതുപോലെ അസിൻക്രണസ് ഡെവലപ്മെൻറ്റ്, എന്താണ് പരസ്പരം ഈ കണക്ട് ചെയ്തുകൊണ്ട് അല്ലേ, എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ള പരസ്പരം എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒന്നിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. ദെൻ സ്ലോ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേ ഹാവ് ഡിഫിക്കൽട്ടി വിത്ത് ലോങ് ടേം ഗോൾസ്, എന്താണ് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു ഗോൾ ഉണ്ടാവില്ല, ഒരു ലക്ഷ്യം ഉണ്ടാവില്ല അവർക്ക്. ഓക്കെ, അവർക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് തീർക്കുക, അതല്ലെങ്കിൽ അത് കുറേ നാളത്തേക്ക് ഒന്നിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ അല്ലെങ്കിൽ ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ അവർക്ക് സാധിക്കില്ല. ദെൻ ദേ ഹാവ് ഡിഫിക്കൽട്ടി വിത്ത് ടൈം മാനേജ്മെൻറ്റ്, അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ ഒരു കാര്യം അവർക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനോ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനോ സാധിക്കില്ല. ദെൻ ദേ റിക്വയർ എക്സ്ട്രാ പ്രാക്ടീസ് ആൻഡ് മോർ ടൈം ടു വർക്ക് ഓൺ ടാസ്ക്സ്, ചില കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ പ്രാക്ടീസും വേണം അല്ലേ, കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിലൂടെയാണ് അവർക്കത് പ്രാക്ടീസ് ആവുള്ളൂ. അതുപോലെ തന്നെ അതിനൊരുപാട് ടൈമും എടുക്കും അവർ. ദെൻ ദേ ഓഫൺ ഡെവലപ്പ് അക്കാദമിക് മോട്ടിവേഷൻ ഡെഫിസിറ്റ്സ്, എന്താണ് അക്കാദമിക്കലി അവർക്ക് മോട്ടിവേഷൻ ഒരുപാട് വേണ്ടി വരും അല്ലേ, അവർക്ക് പെട്ടെന്ന് തന്നെ അക്കാദമിക്കലി അവർക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സ്ലോ ലേണേഴ്സ് വരിക, അവർക്ക് എല്ലാത്തിനും അവർ മോർ ടൈം കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്.
സോ അപ്പോൾ അത്രയാണ് നമ്മുടെ 8th ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കോഗ്നിറ്റീവ് ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്സസ്. ഹാവ് എ നൈസ് ഡേ.